ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് നിങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തിയ കഥയാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും ലേറ്റായി പോയെങ്കിലും സാരമില്ല, കണ്ടോളൂ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ വയനാട്ടിൽ നിന്ന് നമ്മൾ രാവിലെ ഫോർട്ട് കൊച്ചിയിലെത്തി റൂം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം റൂമിലെ സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കാണാൻ പോയി. നമ്മുടെ വേളി ഗ്രൗണ്ടിലാണ് നമ്മൾ ആദ്യം പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പരേഡ് ഗ്രൗണ്ടിൽ പോയിരുന്നു, എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെ ബീച്ചൊക്കെ ഒന്ന് കാണാനായിട്ട് ഇങ്ങനെ ഇറങ്ങി. അവിടെ വിട്ട് നമ്മുടെ മീനൊക്കെ പിടിക്കുന്ന സംഭവമൊക്കെ ഞാനും ബിയും ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു രസമായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ സന്തോഷം മാത്രമല്ലല്ലോ, മീനിൻ്റെ സന്തോഷം കൂടെ നോക്കണമല്ലോ. ഒരു വൈകിട്ടുള്ള കാഴ്ച സൂര്യയൊക്കെ ഞങ്ങൾ റൂമിൽ പോയി ഒരു 5:30 ഇറങ്ങിയിട്ടുള്ളതാണ് ഞാൻ പിന്നീട് എടുത്തത്. നിങ്ങൾ അതിൻ്റെ ആ റോട്ടിൽ കൂടി ഇങ്ങനെ നടക്കാണ്. വെള്ളവും ഇനി ഞങ്ങൾ കുറേ സ്നാക്സൊക്കെ കഴിച്ചു. അത് എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ചൂടായിരുന്നു. ചൂടെടുത്തിട്ട് ചത്തു. പക്ഷേ ഈ ഒരു വൈബ് എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. എഴുഞ്ഞെഴുഞ്ഞ് കയറി കുറച്ചൊക്കെ കയറി അത് ഞങ്ങൾ പതുക്കെ ആൾക്കൂടത്തിന് ഇപ്പുറത്തേക്ക് മാറുന്നത്. ഞാൻ എന്നതായിട്ടുള്ള വൈബ് പിടിച്ചു. കാരണം നിങ്ങളെ ബുദ്ധിയിലുള്ളപ്പോൾ ഒരു വൈബ് അതിന് എനിക്ക് ലോകത്ത് എന്ത് കിട്ടിയാലും അതിലോളം എനിക്ക് വരില്ല. അങ്ങനെ അവിടെ നിന്ന് ഞാൻ കോക്കറികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നതാണ് ഞങ്ങളുടെ മെയിൻ ഇത്. കൂടെ നമ്മൾ സ്വയം എൻ്റർടൈൻ ആകുക. അങ്ങനെ ഞങ്ങളുടെ ചിമ്പിച്ചിക്ക അതെ പിന്നെ കണ്ണാടി ഒക്കെ വാങ്ങി അച്ചക്കനോട് കുറേ വിലയൊക്കെ പേശി ഞാൻ കണ്ണാടിയൊക്കെ സ്വന്തമാക്കി. അങ്ങനെ ഞാൻ എൻ്റെ കോമാരത്തരങ്ങളുടെ പല വേർഷനാണ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു DJ ഉണ്ടായിരുന്നു. അവിടെ ക്യാഷ് കൊടുത്ത് കയറേണ്ട DJ ആണ്. നമ്മൾ കാശൊക്കെ കൊടുത്ത് ശരി സുഖമൊക്കെ നോക്കൂ. ഇവിടെ ആയില്ല സർ, ഞാൻ പോയി തുള്ളണ്ടോ. എന്നിട്ട് ഞങ്ങൾ എന്തോ ഡെസേർട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഫുൾ തീറ്റയായിരുന്നു. അവിടെ കുറേ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ കുറേ തിന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അളായി. തിന്ന് കഴിയുമ്പോൾ ഇളകൂലോ. അപ്പം അതാണ്ട് വന്നത് ചുമ്മാ തുള്ള. കുറച്ച് ഏരിയ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പുറകിൽ അങ്ങ് ജനസാഹചര്യം ഇരിപ്പുണ്ട്. ആർക്കും വയ്യ തുള്ളാൻ. DJക്ക് പൈസയും കൊടുത്തു വന്ന് തിന്നുകയാണ് അവർ. ഞങ്ങൾ തിന്നു എങ്കിലും അങ്ങനെ ഞാൻ എന്താ അവിടെ മീനിൻ്റെ ട്രൗസർ ഊരിപ്പോകുന്ന സീനുകളാണ് നിങ്ങളിതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈവായിട്ട് കണ്ടു. മീനിൻ്റെ ട്രൗസർ അങ്ങനെ ഊരിപ്പോയി. അങ്ങനെ ഞങ്ങൾ പതുക്കെ മീനെ കൊണ്ടുവന്ന് അവിടെ തന്നെ നിന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അപ്പോഴത്തേക്ക് ഈ ചാനലെ പിന്നെതാ ഡ്രസ്സൊക്കെ മാറിയ മീയുമായിട്ട് നിന്ന് തുള്ളല്ലോ തുള്ളൽ. അവിടെ ഒരു ഹസ്ബൻഡ് വൈഫുണ്ട്. എന്താ ഉറങ്ങി കിടന്ന എന്നിലെ ഡാൻസർ എണീറ്റു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും നമ്മുടെ സമയമായി പപ്പനെ കത്തിക്ക് ജനങ്ങളൊരു സേഫ് പ്ലേസിൽ കൊണ്ടിരുത്തിയ പിച്ചക്കാരികളെ പോലെ നിങ്ങൾ ഇരിക്കുന്ന കണ്ടില്ലേ. എന്നാൽ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ നിൽക്കാൻ പറ്റി. അത് ചായൻ്റെ കഴിവാണ് കേട്ടോ. ചേമ്പ് കണ്ടുപിടിച്ചുകൊണ്ട് വന്നൊരു സ്ഥലമാണ്. അവിടെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ നല്ല കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ ഫുൾ കമ്പനി. അവരൊരു ആൻറ്റിയായിട്ട് ഫുൾ കമ്പനി. അപ്പുറത്ത് നിന്ന് ആളെ ചോദിച്ചു, ആൻറ്റിയുടെ സിസ്റ്ററാണോ ഞാൻ? അത്ര കമ്പനി. ദേ പപ്പന് കത്തി മോനെ, ഇത് നിങ്ങൾ ഇതിൽ കാണുന്നൊരു ഫീലല്ല ശരിക്കും പറഞ്ഞ. ഇത് നേരിട്ട് കാണുമ്പം എനിക്ക് അറിഞ്ഞൂടാ, എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒടുക്കത്ത ഒരു സന്തോഷം. അങ്ങനെ ഞങ്ങളത് ഫസ്റ്റ് ഹാപ്പി ന്യൂ ഇയർ ഭർത്താവിന് പറഞ്ഞ് മീനും പറഞ്ഞ് അതാ പറയുന്നുണ്ട്, അതാണ് കാണുന്നത്. അതൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്നൊരു രംഗമാണ് ബാക്കി കാണുന്നത്. വഞ്ചന സാഗരമായിരുന്നു. കത്തിത്തീർന്നു. ഞങ്ങളുടെ ആ കത്തിക്കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാതായാലും വീണ്ടും അവിടെ വീണ്ടും ജനസാഗരം. ഡാൻസോടെ ഡാൻസ് നമ്മൾ കാണും റീൽസിലൊക്കെ മറ്റേ എന്ത് ക്ഷമ. ആ ടൈമിലൊക്കെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആദ്യമായിരുന്നു. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ പോയി ഇങ്ങനെ ആൾക്കാർ ഡാൻസ്. അതിൻ്റെ കുറച്ചകത്തായിരുന്നു അത്. ഞങ്ങൾ പിന്നെ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് കളിക്കാമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് ഇറങ്ങി നിന്ന് ഞങ്ങൾ അതൊന്നും എടുക്കാൻ പറ്റില്ല. ഫുൾ കളിയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ചൊക്കെ എടുത്തുള്ളൂ. കുറച്ച് മെയിൻ സാധനങ്ങൾ നമ്മളെ എടുക്കാൻ പറ്റിയില്ല വീഡിയോ. കാരണം നമ്മളെ ചില്ല് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഫോണെടുത്ത് വീഡിയോ എടുക്കാൻ മടിയാണ്. ഞങ്ങളെ തിരിച്ച് പോകുന്ന
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും കുറച്ച് ചില്ലൊക്കെ ചെയ്തു. അവിടെ തറയും എല്ലാം കുറേ പേര് ഇറങ്ങിയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും 2 സ്റ്റെപ്പൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി ഞങ്ങൾ കിടന്ന് സുഖമായി ഉറങ്ങി. അപ്പം ഈ വീഡിയോ ഇട്ടത് കുറച്ച് നല്ല ലേറ്റായി എനിക്കറിയാം. സാരമില്ല. അപ്പം ചിറ്റ താപ ബൈ.